ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, ഇത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കാരണം കന്നി പ്രസംഗത്തിൽ തന്നെ ഇങ്ങനെ ഒരു അവസരം BJPക്ക് കിട്ടി. രാഹുലിന്റെ കന്നി പ്രസംഗത്തിൽ തന്നെ അത് അത്രമാത്രം ഉപയോഗപ്പെടുത്തുവാൻ പറ്റുമോ എന്നറിയില്ല. കാരണം അത് ഡയറക്റ്റ് ആയിട്ട് അത് ഹിന്ദു സമൂഹത്തെ ആകെ രാഹുൽ ഗാന്ധി സംബോധന ചെയ്തത് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് വലുതാക്കാം എന്നേ ഉള്ളൂ. പക്ഷേ ഷാബു നടത്തിയ നിരീക്ഷണം ഇത്തരത്തിൽ ഒരു രാഹുൽ ഗാന്ധി ഇനി അങ്ങോട്ട് നടത്താൻ പോകുന്ന പ്രസംഗങ്ങളിലും അത്തരമൊരു അപക്വമായ സമീപനം കൊണ്ട് ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ BJPക്കും കേന്ദ്ര സർക്കാരിനും വീണ് കിട്ടും എന്നുള്ള ഷാബുവിന്റെ നിരീക്ഷണം, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഡോക്ടർ ജി ഗോപകുമാർ. തീർച്ചയായിട്ടും ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ നമ്മൾ പാർലമെൻ്ററി ജനാധിപത്യം തുടങ്ങുന്ന സമയത്ത് ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ വളരെയധികം ചർച്ച ചെയ്ത് ബ്രിട്ടീഷ് പാർലമെൻ്ററി സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നപ്പോൾ വളരെയധികം സംശയത്തോടും അതേസമയം മറ്റൊരു സമ്പ്രദായം ഇത്രത്തോളം ജനങ്ങൾക്ക് പ്രാതിനിധ്യ സ്വഭാവം നൽകുന്ന ഒരു സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഏറ്റവും സ്വീകാര്യമായി വരികയും അത് തുടങ്ങുകയും ചെയ്തു. നമുക്കറിയാം, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു പ്രതിപക്ഷം പോലും പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് ശ്രീ AK ഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കിയ ചരിത്രമൊക്കെ നമുക്കറിയാം. ഏതൊരു സാഹചര്യത്തിലാണ് നെഹ്റു അതിനുള്ളൊരു നേതൃത്വം കൊടുത്തത്, താല്പര്യം കാണിച്ചത്, റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ പോലും ഒരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവരേണ്ട ആവശ്യകത പറഞ്ഞത്. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 84 പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും പ്രതിപക്ഷം ഇല്ലാത്ത, വേണ്ടത്ര അംഗസംഖ്യ ഇല്ലാത്തൊരു സാഹചര്യം സമീപകാലത്തും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2014 ശേഷവും ഉണ്ടായിട്ടുണ്ട്. ഞാനീ പറഞ്ഞു വരുന്നത്, പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിയുടെ തന്നെ ഒരു സ്ഥാനം മറുവശത്ത് പ്രതിപക്ഷ നേതാവിനുമുണ്ട്. ഒരു നിഴൽ മന്ത്രിസഭയുടെ തലവനായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്, ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റത്തിൽ ഐവർ ജെനിങ്സ് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ശക്തിയും ദുർബലതയും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾക്കല്ല, മറിച്ച് പ്രതിപക്ഷ നേതാവിനാണെന്ന്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും വാസ്തവത്തിൽ തുല്യമായ സാഹചര്യത്തിലുള്ള രാഷ്ട്രീയ സംസ്കാരവും പ്രവർത്തനവും പ്രസംഗങ്ങളും ചർച്ചകളും ബാക്കി കാര്യങ്ങളും നടത്തണമെന്നാണ്. അവിടെ ആവേശത്തിനോ ഒരു പരിധിക്കപ്പുറമുള്ള പ്രകോപനപരമായ ചർച്ചകൾക്കോ വലിയ പ്രസക്തി ഉണ്ടാവില്ല. അതിനേക്കാൾ നയപരമായ കാര്യങ്ങൾക്ക്, വിദേശമാണെങ്കിലും തദ്ദേശമാണെങ്കിലും ആഭ്യന്തരമാണെങ്കിലും അത്തരം കാര്യങ്ങൾ അഗാധമായി പഠിച്ചു വേണം ഗവൺമെന്റിനെ തീർച്ചയായിട്ടും വെല്ലുവിളിക്കാൻ. അത് ഈ ചർച്ചയിൽ അഗ്നിവീർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മണിപ്പൂർ പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ പ്രസക്തമാണ്. ഞാൻ അതൊന്നും പ്രസക്തമല്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഗവൺമെന്റിനെ മുൾമുലയിൽ നിർത്തേണ്ട ചുമതല പ്രതിപക്ഷത്തിനുണ്ട്, അത് ചെയ്യുകയും വേണം. പക്ഷേ ഇപ്പോൾ മഞ്ജുഷ ചൂണ്ടിക്കാണിച്ച പോലെ ഇവിടെ ഇത്തരം കാര്യങ്ങൾ, ജാതിയുടെയും മതത്തിൻ്റെയും കാര്യങ്ങൾ വരുമ്പോൾ ഇന്ത്യൻ ഭാരതീയ രാഷ്ട്രീയം, നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തിനകത്ത് വളരെ സെൻസിറ്റീവ് ആകുന്ന വിഷയങ്ങളിൽ ജാതിയും മതവും വംശീയതയും ഭാഷയും ഒക്കെ പെടും. ഇതിപ്പോൾ അതിനപ്പുറം കടന്നുപോയി ഭഗവാന്റെ ചിത്രം പരമശിവന്റെ ചിത്രം കാണിച്ചു, ഗുരുനാനാക്കിന്റെ ചിത്രം കാണിച്ചു. അങ്ങനെ കാണിച്ച ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, അതിനു വേണ്ടിയുള്ള എന്ത് പ്രൊവൊക്കേഷൻ അവിടെ ഉണ്ടായി എന്നുള്ളത് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹം നൽകിയ ബാക്കി സംഭാവനകളെല്ലാം ഈ ചർച്ചയിലേക്ക് വന്നപ്പോൾ, ആ ഇമോട്ടീവ് ചർച്ചയിലേക്ക് വന്നപ്പോൾ ആ പ്രസക്തി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മറുവശത്തു നിന്ന് ഉണ്ടാവുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. BJPക്ക് അക്കാര്യത്തിൽ, BJPയുടെ രാഷ്ട്രീയത്തിനകത്ത് ഒളിച്ചു വെക്കുന്ന ഒരു കാര്യമില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം മതപരമായ വിഷയത്തിലേക്ക് വരുന്നതിന് വേണ്ടി BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അടിസ്ഥാനപരമായ ലക്ഷണങ്ങൾ എന്താണ് എന്നുള്ള കാര്യം പ്രതിപാദിക്കുന്നതിന് വേണ്ടിയല്ലേ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിച്ചത്? ആ ഫോട്ടോകൾ അദ്ദേഹം അത് മുൻകൂട്ടി ഉറപ്പിച്ച് തന്നെ ലോക്സഭയിലേക്ക് കൊണ്ടുവരിക, അത് ഉയർത്തിക്കാട്ടുവാൻ തന്നെ തീരുമാനിക്കുക. അതിൽ ചില ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയപ്പോൾ പിന്നീട് ഉയർത്തിക്കാട്ടുവാനുള്ള ശ്രമം സ്പീക്കർ പറയുന്നു പറ്റില്ല എന്ന് പറയുന്നു. അദ്ദേഹം ഗുരുനാനാക്കിന്റെ ചിത്രം ഉയർത്തിക്കാട്ടുന്നു, മറ്റു ചിത്രങ്ങളും തന്റെ കയ്യിലുണ്ട്, പക്ഷെ സ്പീക്കർ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നു. ഓരോ മതത്തെയും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുമ്പോൾ അത് സത്യം, അഹിംസ, ഈ വാചകങ്ങൾ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണല്ലോ. എന്നിട്ട് വിഷയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള തന്ത്രപരമായ സമീപനം.
അല്ലെ, അഹിംസ, ശക്തി, ഇങ്ങനെയുള്ള സത്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ മതത്തിൻ്റെ ആശയങ്ങൾ ഉദ്ധരിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ പറയുന്നത് പക്ഷെ ഇങ്ങനെ പറഞ്ഞ അവിടെ കൊണ്ട് നിന്നില്ലല്ലോ. ചിത്രം കാണിച്ചത് മാത്രമല്ല, വ്യക്തിപരമായിട്ട് ഞാൻ പറയും, പാർലമെൻറ്റിനകത്ത് പ്ലക്കാർഡ് കാണിക്കുന്നത് പോലും ശരിയായ നടപടിയല്ല. ഇപ്പോൾ എത്രയോ കാലമായി പാർലമെൻറ്റിലെ വെല്ലിലേക്ക് വന്ന് ബഹളം കാണിക്കുന്ന നിയമസഭകളിലുമുണ്ട്. അപ്പോൾ നമ്മുടെ പാർലമെൻ്ററി പ്രാക്ടീസസിന് ഏറ്റവും അപകടം പിടിച്ച പ്രതിപക്ഷം ഏത് പാർട്ടി ഭരണത്തിലിരിക്കുമ്പോഴും ഈ പാർലമെൻ്ററി സമ്പ്രദായത്തിനകത്തുള്ള അന്തസ്സത്ത കളഞ്ഞു കുളിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബാനർ കെട്ടിയും പടങ്ങൾ കൊണ്ടുവന്നും ഇതൊന്നും വാസ്തവത്തിൽ പാർലമെൻ്ററി ചട്ടത്തിന് തന്നെ വിരുദ്ധമാണ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതാണെന്നുള്ളത് സത്യമാണ്. ഇത് ഞാൻ ചോദിക്കാം, നല്ലൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യം രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി പ്രസംഗിക്കുന്നതിന് ഇത്തരം ചിത്രങ്ങളുടെ ആവശ്യം തന്നെ ഇല്ല. ഇത് അവിടെ കൊണ്ട് നിന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ BJP-ക്കാർ ഹിന്ദുക്കളല്ല, നിങ്ങളുടെ ആക്രമണകാരികളാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറുവശത്തും അതുപോലെയുള്ള തിരിച്ചടി ഉണ്ടാവില്ലേ? അപ്പോൾ ചുരുക്കത്തിൽ നയപരമായ കാര്യങ്ങൾക്കും ആശയപരമായ കാര്യങ്ങൾക്കും ഭരണപരാജയവും ഇത്തരം കാര്യങ്ങളിലല്ലേ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അഗ്നിവീറിനെ കുറിച്ച് പറഞ്ഞു, നല്ല കാര്യം തന്നെയാണ്. മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞു, നീറ്റിനെ കുറിച്ച് പറഞ്ഞു, ഇതല്ലേ പറയേണ്ടത്? ഇപ്പം ഡിമോണിറ്റൈസേഷനെ കുറിച്ച് പറയണം. ഞാൻ പറയുന്നത് ഒരിക്കലും മുതിർന്ന നേതാക്കന്മാരെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വർഗീയപരമായ കാര്യങ്ങളോ മതപരമായ കാര്യങ്ങളോ വംശീയപരമായ കാര്യങ്ങളോ പറഞ്ഞ് കൂടുതൽ വിവാദങ്ങളിൽ എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എത്രയോ കാലം കഴിഞ്ഞല്ലേ അടുത്ത തെരഞ്ഞെടുപ്പ് വരുള്ളൂ. പക്ഷേ ഈ ഇമോട്ടീവായിട്ട് ആൾക്കാരെ നിർത്തുമ്പോൾ നമ്മൾ കാണുന്ന പൊതുസമൂഹം എങ്ങനെയാണ് കാണുന്നത്? പൊതുസമൂഹത്തിൻ്റെ ചിത്രത്തിനകത്ത് ജാതിക്കും മതത്തിനും ഇത്രത്തോളം സ്വാധീനമുണ്ടെന്ന് എല്ലാ രാഷ്ട്രീയക്കാരും മാറി മാറി സമ്മതിക്കുന്ന ഒരു സാഹചര്യം പോലെയല്ലേ വരുന്നത്? അങ്ങനെ കാണിക്കുമ്പോൾ അതൊരു സ്പിരിച്വലായിട്ട് പറഞ്ഞാൽ ഈ പ്രശ്നം വരുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് റിലിജനെ ഇപ്പോൾ നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് BJP പറയുമ്പോൾ അങ്ങനെ എന്തിനാണ് അത് പറയുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതിൽ ഗുരുനാനക്കിനെ കുറിച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അത്തരം ചർച്ചകൾ ഒഴിവാക്കേണ്ടതാണ്. അത് ഭരണപക്ഷത്തിൽ നിന്നും വരാൻ പാടില്ല, അങ്ങനെയും വരാൻ പാടില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വരാൻ പോകണം എന്താണെന്ന് അറിയാം. പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും പ്രസംഗത്തിൽ ഇതിനെല്ലാം പറ്റിയ മറുപടികൾ മറുവശത്തു നിന്നും ഉണ്ടാകും. അതിനകത്ത് എന്തൊക്കെയാണ് കേൾക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം. ചുരുക്കത്തിൽ ഇതിൻ്റെ ബലത്തിൽ എന്താ സംഭവിക്കുന്നത്? പാർലമെന്ററി സമ്പ്രദായത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ചർച്ചയോ നന്ദിപ്രമേയ ചർച്ചയായാലും നിയമത്തിൻ്റെ ചർച്ചയായാലും നയപരമായ ചർച്ചകളായാലും എന്താണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുണ്ടാകില്ല. മറിച്ച് മൈതാന പ്രസംഗവും അതിനോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളുമായി മാറുമ്പോൾ അത് കൂടുതൽ വികാരപരമായി മാറുന്നതല്ലാതെ അതിനകത്ത് വൈജ്ഞാനികപരമായിട്ടുള്ള കാര്യങ്ങളോ ഇല്ലെങ്കിൽ ആശയപരമായ സംഘടനകൾക്കോ സ്പേസ് കുറഞ്ഞു ആശയപരമായിട്ട് BJP-യെ നേരിടുവാനായിട്ട് പക്വത രാഹുൽ ഗാന്ധി കൈവരിച്ചിട്ടില്ല. മൈതാന പ്രസംഗങ്ങളിൽ അദ്ദേഹം ഒതുങ്ങുകയാണ്. കിട്ടിയ അവസരം അത് ഏത് രീതിയിൽ ഉപയോഗിക്കണമോ അതിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിട്ടില്ല. ഇല്ലേ, രാഹുൽ ഗാന്ധിയുടെ ഈ കന്നി പ്രസംഗം അതിന് തെളിവാണ്. ആ രീതിയിലാണ് താങ്കൾ പറയുന്നത്. ശ്രീ സേനാപതി വേണു, ഇതൊരു കടുത്ത വിമർശനം തന്നെയാണ്. ഈ രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് പക്വത ഉണ്ടായിട്ടില്ല. ഇല്ല മഞ്ജുഷ്, ഞാൻ പറയട്ടെ. രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ ഒരു 20 വർഷമായി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ആണല്ലോ. ഇത് ഒരു നല്ലൊരു അപ്രന്റീസ്ഷിപ്പ് പീരീഡ് അദ്ദേഹത്തിന് കിട്ടിയല്ലോ. അദ്ദേഹത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, വളർച്ചയുണ്ട്, യാതൊരു സംശയമില്ല. നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. ആ നിലയ്ക്ക് പക്വത കുറേ മേഖലകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇനിയും വളരാനുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ പ്രകടനത്തിൽ കാണുന്നത്. ആദ്യം പറഞ്ഞ പോലെ ഇത് ഏത് സമയത്തും രാഹുലിൽ നിന്ന് അബദ്ധത്തിൽ കാര്യങ്ങൾ വെളിയിലേക്ക് വരും, അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് BJP എന്ന് ഷാബു അങ്ങനെ ഒരു പരാമർശം ഇവിടെ ഉന്നയിച്ചിരുന്നു ഡോക്ടർ G. ഗോപകുമാർ. അതും വാസ്തവമുള്ളതാണല്ലോ. അതെ, അതിനകത്ത് വാസ്തവമുണ്ട്. സത്യത്തിൽ അതിനകത്തൊരു സത്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ തുടങ്ങി വെച്ച എന്താണ്, പ്രധാനമന്ത്രിയുടെ ദുർബലതകളാണ് പ്രതിപക്ഷ നേതാവ് പിടിച്ചെടുക്കേണ്ടത്. മറിച്ചാവരുത്. പാർലമെന്ററി ജനാധിപത്യത്തിൽ നല്ലൊരു ചർച്ച വരണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ദുർബലതയല്ല പ്രധാനമന്ത്രിയും ബാക്കി ഗവൺമെന്റും ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ഉയർച്ച, ആ നിലയ്ക്ക് ഒരു ഹെൽത്തി ഡിബേറ്റിനുള്ള സ്പേസ് കൊടുക്കണം. അവിടെയാണ് പക്വത കാണിക്കേണ്ടത്. ഞാൻ ഈ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ വിവാദങ്ങളെയൊക്കെ ഞാൻ മറക്കുകയാണ്. അതൊന്നും ഈ സമയത്ത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇലക്ഷൻ സമയത്തുണ്ടായ കുഴപ്പങ്ങളും അതൊന്നും നമുക്ക് ഇന്ന് ഇവിടെ നന്ദി പ്രമേയ ചർച്ചയിൽ അവിടെ വരേണ്ട, പാർലമെന്റിനകത്തുള്ള ഡെക്കോറത്തിനകത്ത് വരേണ്ട ചർച്ചയ്ക്ക്
ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളിൽ പോകരുത്. കാരണം ഇത് തിരിച്ചടിക്കും, ഇത് ബൂമറാങ് ചെയ്യും. കാരണം ദേശീയ രാഷ്ട്രീയത്തിനകത്ത് ജാതിക്കും മതത്തിനും ഇന്ന് നല്ലൊരു സ്പേസ് ഉണ്ട്. അത് കത്തിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു കറങ്ങിയ ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചുരുക്കത്തിൽ അപ്പോൾ ഇത്തരം നിലപാടുകൾക്ക് ഒരു മതേതരത്വ നിലപാടാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതോ ആത്മീയ നിലപാടാണോ, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ശരി, മനസ്സിലാക്കാൻ പറ്റില്ല. നയപരമായ നിലപാടല്ലേ പറയേണ്ടത്. ആത്മീയതയ്ക്കും